വിവാദമായ താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഇടപെടലുമായി ഹൈക്കോടതി. പരിധിയിൽ കവിഞ്ഞ അറവ് മാലിന്യം സംസ്കരിക്കുന്നത് തടയണമെന്ന് ഹൈക്കോടതി. 6.5 ടണ്ണിലധികം മാലിന്യമുണ്ടെങ്കിൽ മലപ്പുറത്തെ സംസ്കരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകണമെന്നും കോടതി. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹീദ്, പരിധിക്കപ്പുറത്തേക്ക് പ്രതിഷേധം പോയൊരു സംഭവമാണ്. ഇതിലിപ്പോൾ കോടതി ഇടപെടുമ്പോൾ ഒരു പരിഹാരം ഉണ്ടാകുന്നുണ്ടോ? എന്താണ് നിർദ്ദേശങ്ങൾ? പൂജ, താമരശ്ശേരി ഫ്രഷ് കട്ട് കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ ഉയർന്ന ജനകീയ പ്രതിഷേധങ്ങളെയും അവരുടെ പ്രക്ഷോഭങ്ങളെയും ഒരർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി അവിടെ നിർണായകമായ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. ഈ പ്ലാന്റിൽ നിന്നുള്ള ദുർഗന്ധവും ജലമലിനീകരണവും തടയാൻ ശാസ്ത്രീയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കർശനമായ നിരീക്ഷണം ഉണ്ടാകണമെന്നും ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ പ്രതിദിനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 70 ടണ്ണോളം മാലിന്യത്തിൽ വെറും 25 ടൺ മാത്രമാണ് സംസ്കരിക്കാൻ ഈ പ്ലാന്റിന് ശേഷിയുള്ളത്. എന്നിരിക്കെ അതിൽ കൂടുതൽ പ്ലാന്റിലേക്ക് സംസ്കരണം നടത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കോടതി നിരീക്ഷിച്ചു. കോടതി വ്യക്തമാക്കുന്നത് 6.5 ടൺ മാത്രമേ ഇവിടെ സംസ്കരിക്കാൻ പാടുള്ളൂ. അതിലധികം ആയി മാലിന്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് മലപ്പുറം ജില്ലയിലേക്ക് ഈ സംസ്കരണ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള നടപടിയെടുക്കണം. അതിന് ജില്ലാ ഭരണകൂടം കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം എന്നും ഈ കോടതി വ്യക്തമാക്കുകയാണ്. ഈ പ്ലാന്റിലെ മാലിന്യങ്ങൾ ഇരുതുള്ളി പുഴയിലേക്ക് ഒഴുക്കുന്നത് അനുവദിക്കാനാവില്ലെന്ന് കോടതി കർശനമായ ഉത്തരവിൽ നിർദ്ദേശം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തുറന്ന വാഹനത്തിൽ ഈ മാലിന്യങ്ങൾ കൊണ്ടുപോകരുതെന്നും ഫ്രീസർ അത് കൃത്യമായി ഈ വാഹനങ്ങളിൽ വെക്കേണ്ടതാണെന്നും അങ്ങനെ തുടങ്ങി ഈ സമരസമിതി ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു നിർണായകമായ ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ സമരസമിതി ഉൾപ്പെടെയുള്ള നാട്ടുകാരുടെയൊക്കെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഈ തീരുമാനം ഉത്തരവുണ്ടായിരിക്കുന്നത്. ജില്ലാ ഭരണകൂടം ഇനി ഇതനുസരിച്ച് മാത്രമേ ഇത് പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഒപ്പം തന്നെ ഒരു കോടതി ഉത്തരവിൽ ഒരു കാര്യം കൂടി പരാമർശിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മറ്റ് ഈ സമാനമായ രീതിയിലുള്ള സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിനെ കുറിച്ച് സാധ്യത ആരായാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകണമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും സമരസമിതിയുടെ ആവശ്യങ്ങൾ ഏറെക്കുറെ അംഗീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് കോടതിയുടെ ഇപ്പോൾ സുപ്രധാനമായ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്.